പിന്നെ ഞാൻ ഈ സഭയിലെത്തി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചോദിച്ച് പറഞ്ഞ് എത്തിയതാണ്. എൻ്റെ മാതാപിതാക്കൾ ഓർത്തഡോക്സ് സഭയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾ തിരുവല്ലക്കാരായിരുന്നു. അപ്പോൾ തിരുവല്ലയിലുള്ള ആൾക്കാർക്ക്, ആ ഭാഗത്തോട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഭക്തി കൂടുതലുള്ള ആൾക്കാരാണ്. ഞാൻ നോക്കിയിട്ട് എല്ലാ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെക്കാളിലും കൂടുതൽ ദൈവഭക്തി കൂടുതലുള്ള ആൾക്കാരാണ് അവരെപ്പോഴും. എൻ്റെ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. എൻ്റെ അമ്മയുടെ അപ്പനാണെങ്കിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. രാവും പകലും ഒക്കെ പ്രാർത്ഥിക്കും. നല്ല നീതിയോടും നേരോടും നടന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനങ്ങനെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഇപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ, ഓർത്തഡോക്സ് ചർച്ചിൽ പോയാൽ തന്നെ ഞാൻ ആ മാമോദിസ കല്ലിൻ്റെ അവിടെ പോയി ഇരിക്കത്തേ ഉള്ളൂ. അവിടെ ഇരുന്നുള്ള എല്ലാ തരം പോക്കൃത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും. അത് പള്ളി കഴിയുമ്പോൾ അച്ഛൻ എന്നെ സാധാരണ ഒന്ന് പിച്ചാറുണ്ട്. സാധാരണ ആരെയും അച്ഛന്മാർ പിച്ചാറും മുള്ളാറും ഒന്നുമില്ല. പക്ഷേ എന്നെ സ്ഥിരം അച്ഛൻ പിച്ചുമായിരുന്നു. എനിക്ക് ഒട്ടും ആ ആരാധനയോടോ അതിനോടോ ഒന്നും യാതൊരു കഴമ്പുമില്ല. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കകത്തൊന്നും ഞാൻ ഉൾക്കൊള്ളാറേയില്ല. ഞാൻ അവിടെ ഇരുന്ന് വെറുതെ വായിട്ട് അനക്കിക്കൊണ്ടിരിക്കും. അപ്പം മറ്റുള്ള എൻ്റെ ഇളയുള്ള പിള്ളേരെയെല്ലാം ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു രീതികൾ. എനിക്ക് ഈ ദൈവത്തെക്കുറിച്ച് അറിയില്ല. യേശു ഉണ്ടെന്നും യേശുവാണ് അങ്ങനെ സാധാരണ പോലെ യേശു ആരോ അത്രമാത്രം എനിക്കറിയുള്ളൂ. യേശു രക്ഷിതാവാണെന്നോ യേശു ആണ് നമുക്ക് നിത്യജീവൻ തരാൻ ആ ഭൂമിയിൽ വന്നേക്കുന്നതെന്നോ ഒന്നും അറിയില്ല എനിക്ക്. ഞാനങ്ങനെ പിന്നെ എൻ്റെ 10ാം ക്ലാസ് വരെ കടവൂരാണ് ഞങ്ങൾ താമസിച്ചത്. പോത്താനിക്കാട്ടെന്നുള്ളൊരു പള്ളിയിൽ, കടവൂരൊരു പള്ളിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കളമശ്ശേരി വന്നു കഴിഞ്ഞപ്പോഴും അവിടുത്തെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത്ര ഒരു ഇഷ്ടം തോന്നിയില്ല. ഞാൻ പിന്നെ പോയിട്ടുമില്ല, ചർച്ചിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ചർച്ചിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എടപ്പള്ളി പള്ളിയിലൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ എടപ്പള്ളി പള്ളി കോഴി പെരുന്നാളിന് വരിക, ആ ചുറ്റുപാടൊക്കെ നിന്നിട്ട് പോവുക. അപ്പോഴും എനിക്കറിയാം വിഗ്രഹാരാധന പാപമാണെന്നുള്ള വിവരം എനിക്കറിയാം. കാരണം ഞങ്ങൾ ഓർത്തഡോക്സുകാരായതുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പടങ്ങൾ വെച്ചിട്ടും ഗീവറീസിനോടും അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. അതേപ്പറ്റിയിട്ടൊന്നും യാതൊരു വിവരവും ഒരു അറിവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ്, കത്തോലിക്കല്ല എൻ്റെ കല്യാണം കഴിഞ്ഞത്. അവർ ഓർത്തഡോക്സ് പള്ളി വന്ന് കല്യാണം കഴിക്കുക ചെയ്തത്. അപ്പം എനിക്ക് കത്തോലിക്ക പള്ളി പോകേണ്ട സാഹചര്യം വന്നിട്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അവിടെ ചെല്ലുമ്പോൾ വലിയ രൂപങ്ങളൊക്കെ വെച്ച് എന്നോട് അതിനെ മുത്താനൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അതിനെ മുത്താനോ അതിനെ കുമ്പിടാനോ അതിനെ ആരാധിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും, എനിക്കത് കത്തോലിക്കരുടെ പള്ളിയിൽ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ ബിംബങ്ങളെ കുമ്പിടാനായിട്ട് എനിക്ക് പറ്റുകയില്ല. കാരണം അതൊരു ബിംബമാണ്, അതൊരു ദൈവമല്ല. അതിനെ പിന്നെ എന്തിനാണ് ഞാൻ കുമ്പിടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണമൊക്കെ ഡൈവോഴ്സായി ഞാൻ ഹസ്ബൻഡും കൂടെ പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ബുക്കുകളും ഞാൻ വായിക്കുന്നൊരു പതിവ് എനിക്കുണ്ട്. എല്ലാ ബുക്കുകളും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ MD കുറേ പേര് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ, സാറേ എലിസബത്ത് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും അവിടെ 24 മണിക്കൂറും വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് വന്നിട്ട് ഈ പുസ്തകങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് എല്ലാ പുസ്തകങ്ങളും ഉണ്ട്, അതിനകത്ത് മഹാഭാരതമൊക്കെ ഉണ്ട്. എൻ്റെ മോന് കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് വന്ന് എന്നോട് ചോദിച്ചു, പിന്നെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്, പക്ഷേ നീ ബൈബിൾ വായിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ബൈബിളിനകത്ത് 7000 പ്രാവശ്യം യഹോവയുടെ നാമമുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുക്കൽ. അപ്പം എനിക്ക് ബൈബിളിനാണ് ഇമ്പോർട്ടൻസ്, നമ്മൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കില്ല, മഹാഭാരതം ഒന്നും വായിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യയിലല്ലേ നമ്മൾ ജനിച്ചത്, നമ്മൾ ഭാരതീയരല്ലേ, അപ്പം നമ്മുടെ സ്കൂളിലും മഹാഭാരതം പഠിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ അന്യദൈവങ്ങളുടെ നാമങ്ങളൊക്കെ ഇതെല്ലാം എടുത്തിട്ടല്ലേ നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സാർ എപ്പോഴും നോക്കുമ്പോൾ ഞാൻ ഈ പള്ളിയുടെ അവിടെ വന്ന് നിൽക്കുന്നത് സാർ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ കാണും. പിന്നെ സാർ എൻ്റെ അടുക്ക വന്നിട്ട് പറയും, നീ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്, അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ സാറും കളമശ്ശേരി പള്ളിയിലാണ് വന്നുകൊണ്ടിരുന്നത്, അങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും എൻ്റെ അടുക്കൽ. അത് കഴിഞ്ഞപ്പം എന്നോട് വേറെ ആരാണ്ട് പറയും, സാറിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പിന്നെ യഹോവ സാക്ഷികളാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിന്നെ സാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് പറയും, നീ ഇതെല്ലാം കളയണം, നീ ഇങ്ങനെ പഠിക്കില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് സാർ ഒരിക്കലും എന്നോട് പറഞ്ഞു, ഇങ്ങനെ മാതാവ് കന്യാമറിയാവിന് മക്കളുണ്ടെന്ന് പറഞ്ഞു, വേറെ മക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറെ പൊക്കോണം, ഞാൻ ഇവിടുന്ന് ചൂലെടുത്ത് ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞു. കാരണം കന്യാമറിയാവ് കന്യകയാണ്, കന്യകയ്ക്ക് മക്കളുണ്ടാകത്തില്ല. അപ്പം ഞങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ, അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്, യൗസേപ്പ് പിതാവ് ഭയങ്കര പ്രായമായി കഴിഞ്ഞിട്ടാണ് കന്യകയെ ഈ മറിയാമിനെ കെട്ടുന്നത്, ആദ്യത്തെ കുടിയിലെ മക്കൾ ആ സഹോദരങ്ങളെന്നൊക്കെ ഉള്ളതാണ് അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്, എൻ്റെ ഒരു ചിന്താഗതി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഞങ്ങൾ ഈ പള്ളിക്കാരെന്നെ അടുത്തെന്ന് പറയും, ഓർത്തഡോക്സ് പള്ളിക്കാരുടെ എൻ്റെ പേര് വെട്ടിക്കളഞ്ഞു, പള്ളിയിൽ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. പള്ളിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ് പിന്നെ എനിക്ക് പോകാൻ പള്ളിയില്ലാതായി കഴിഞ്ഞപ്പോൾ
ഞാനിങ്ങനെ പോകാതിരിക്കുമ്പോഴാണ് യഹോവ സാക്ഷികൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പോകുന്നൊരു സമയം. അവരെല്ലായിടത്തും പഠിപ്പിച്ചിട്ട് പോകും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവരിവിടെ വീക്ഷാഗോപുരം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇട്ടിട്ടുണ്ട്, നീ അതിനകത്ത് നോക്കണം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് ഒരു നല്ല പുസ്തകമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വായിച്ച് പിന്നെ ആ പെണ്ണുങ്ങൾ വന്നപ്പോൾ ഞാൻ അവരോട് പഠിക്കാനിരുന്നു. അപ്പോൾ അവരെന്നെ ഇരുന്ന് പഠിപ്പിച്ച് കാണിക്കുവാണ്. പിന്നെ കന്യാമറിയാനും മക്കളുള്ളതും 4 സഹോദരന്മാരും 2 സഹോദരികളും മിനിമം കാണുമായിരിക്കും. ഇങ്ങനെ ഓരോന്നൊക്കെ പഠിപ്പിച്ച് വന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ ഓർത്തഡോക്സ് സഭ വിട്ടിട്ട് എന്താണേലും വരില്ല, എൻ്റെ അച്ഛനൊക്കെ ഇതിൻ്റെ കേസും ഒക്കെ പറയാനായിട്ടൊക്കെ നടന്നതാണ്, ഞാൻ ഈ സഭ വിട്ടിട്ട് വരത്തേ ഇല്ല എന്ന്. അവർ പറഞ്ഞു എന്നാലും പഠിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സത്യങ്ങളൊക്കെ പിടികിട്ടി. പിന്നെ ഞാനാണ് വലിയ പൊട്ടുകുത്തും ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ നല്ലപോലെ കണ്ണെഴുതി പൊട്ടുകുത്തിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, എന്നോട് ഈ പൊട്ടൊന്നും നിങ്ങൾ മാറ്റാൻ പറയല്ല, കാരണം എനിക്ക് പൊട്ട് കുത്താവുന്നിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പൊട്ടുകുത്തും അവരുടെ ഇഷ്ടം പോലെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പൊട്ടൊക്കെ കുത്തിക്കൊണ്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്നുണ്ട് ജാതികളുടെ ആചാരങ്ങളോട് നമ്മൾ ഒത്തുചേരരുതെന്നുള്ള സെൻറ്റൻസ് എടുത്ത് അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇതൊരു നാണക്കെട്ട പരിപാടികളാണല്ലോ ഞാൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊട്ടുകുത്താൻ പോയിട്ടില്ല. പൊട്ടുകുത്താനൊന്നും പോകാതൊക്കെ ഇരുന്ന് പിന്നെ അവരുടെ കൂടെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് പോകുന്നത്, അവൻ ചെറിയ കൊച്ചനാണ്. അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ യഹോവ സാക്ഷികളുടെ ഹാളിൽ ചെല്ലുമ്പോൾ ഉറക്കം വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അവരുടെ ആ ഒരു പ്രസംഗത്തിനോടോ ഒന്നും ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിരുന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത്ര മണിക്കൂർ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് ഉറക്കം വരുവാണ്, നമുക്കൊന്നും ഇതിനകത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മയൊക്കെ പറയാൻ മരിച്ചവരെ അടക്കണ്ടായി, നിങ്ങൾ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സംഗതി സീരിയസ് ആയപ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ബഹളമായി. യഹോവ സാക്ഷികളുടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഭയങ്കര ഇൻ്റർനാഷണൽ പ്രശ്നം പോലെ ആയിപ്പോയി വീട്ടിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പോയിട്ടൊന്നുമില്ല. പിന്നെയും അവിടെയും പോകാതെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ എടപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ഒരു ഫ്ലാറ്റ് താമസിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിൽ എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്നൊരു പുള്ളിക്കാരത്തിയുണ്ട്. അവരെന്നോട് പറഞ്ഞു, വത്സലൻ നമുക്കൊരു ദിവസം പെന്തിക്കോസ്ത് ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ചുമ്മാ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. യഹോവ സാക്ഷി പോയതല്ല, ഞങ്ങളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അന്ന് ഈ പറഞ്ഞ എഡിസൺ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്ററായിരുന്നു. ആ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ വൈകുന്നേരങ്ങളിൽ വരുമായിരുന്നു, ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കും. അപ്പോഴും എനിക്ക് ഈ വചനവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് എട്ടാം ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവന് ഞങ്ങളും അമ്മയെല്ലാം കൂടെ ഒന്നിച്ച് താമസിച്ചെടുത്തു. ഞങ്ങൾ വിഹിതം മേടിച്ച് മാറിക്കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ഭയങ്കര ദേഷ്യം, ഞാൻ ഒറ്റയ്ക്ക്, അവൻ എന്നോട് ഭയങ്കര ദേഷ്യം. അങ്ങനെ അവൻ സ്കൂളിൽ പോകാതെ ഇരിക്കുന്ന ഒരു അവസരം വന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്താൽ സ്കൂളിൽ പോകത്തില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഇവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടെ പോകണം, അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവും. അവനിങ്ങനെ അവൻ്റെ കുറേ അനുഭവങ്ങൾ, അവൻ്റെ അപ്പൻ സൂയിസൈഡ് ചെയ്യാൻ പോയതും പിന്നെ അവർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതൊക്കെ രക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവനോട് ചോദിച്ചു, പെന്തിക്കോസ്ത് ചർച്ചാണോ? പെന്തിക്കോസ്ത് ചർച്ച് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരുന്ന ആൾക്കാരൊക്കെ സ്വർണ്ണം ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പെന്തിക്കോസ്ത് ചർച്ച് അല്ല താനും. അപ്പോൾ ഞാൻ ചെവി രണ്ടും കൈക്കകത്തൊക്കെ വെച്ച് കയറി നിൽക്കുമോ ഇങ്ങനെ 2-3 ആഴ്ച എൻ്റെ മോൻ സ്കൂളിൽ പോകണമല്ലോ, അങ്ങനെ വിചാരിച്ച് ഞാൻ നിൽക്കുക. അങ്ങനെ ഇരുന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പാസ്റ്റർ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ഓരോ വചനങ്ങളും യേശുവിനെ കുറിച്ചിട്ടും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് എൻ്റെ കണ്ണ് തുറന്നു വരുന്നത്. അന്ന് ആ സഭ എത്രത്തോളം ചെറിയൊരു സഭയായിരുന്നു, 10-700 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്ന് ആരാധിച്ച് ഇങ്ങനെ വചനമൊക്കെ കേട്ടിരുന്നു. പിന്നെ എൻ്റെ മോൻ വരാതിരുന്നവൻ അവിടെ വന്നു. പിന്നെ അവൻ സ്കൂളിൽ പോയി തുടങ്ങി. 10ാം ക്ലാസ്സിലൊക്കെ അവൻ പോകാതിരുന്നവൻ സ്കൂളിലൊക്കെ പോയി. അങ്ങനെ ഞാനങ്ങനെ അത്ഭുതങ്ങളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് വന്നൊരു സമയമാണ്. അങ്ങനെ പോയി പിന്നെ അവന് പോണ്ടിച്ചേരിൽ അഡ്മിഷൻ കിട്ടി. എല്ലാവരും പറഞ്ഞ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് പോണ്ടിച്ചേരിൽ എഞ്ചിനീയറിങ്ങിന് പോയി. പോണ്ടിച്ചേരിൽ എഞ്ചിനീയറിങ്ങിന് അവൻ പോയി കഴിഞ്ഞപ്പം സെക്കൻഡ് ഇയർ വന്നു കഴിഞ്ഞിട്ട് അവൻ ഇതുപോലെ പറഞ്ഞു, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോകാതായി. അവൻ പിന്നെ പോകാതായി, വീട്ടിൽ തന്നെയൊക്കെ ആയി. പിന്നെ ഞാൻ പോണ്ടിച്ചേരിക്ക് ഇവൻ്റെ കൂടത്തിൽ പോയി താമസിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പെന്തിക്കോസ്ത് സഭകൾ വളരെ ബുദ്ധിമുട്ടാകാനും അവിടെ ഒരു ആത്മാവിലുള്ള ആരാധനയൊന്നുമില്ല. വെറുതെ തമ്പേറും കൊട്ടുമൊക്കെ എടുത്ത് കൊട്ടി ആൾക്കാർ പോകുന്നെന്നുള്ളതല്ലാതെ വേറൊരു ആരാധനയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്തൊരു കൂട്ടരുണ്ട്, അവർ അവിടെ കാരക്കൽ തരങ്കമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂൾ നടത്തുന്നത്. അവർ പെന്തിക്കോസ്തുകാരല്ല, അവർ വേറെന്തോ ചർച്ച് ഓഫ് കാരക്കലാണ്. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ പോയി ആരാധിക്കാൻ പോയി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് ഭയങ്കര എതിർപ്പാണ്. ഈ പെന്തിക്കോസ്ത് സഭയിൽ പോകുന്ന കാരണം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി.
വീട്ടുകാർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെ. എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ അമ്മയായി. അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ജ്യോത്സ്യന്മാരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തുള്ള പരിപാടികളൊക്കെ നിർത്തിവെച്ചു. ഞാൻ പിന്നെ വചനം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വചനത്തിനകത്തോട്ടായി എൻ്റെ കൂടുതൽ ശ്രദ്ധ. അങ്ങനെയാണ് എനിക്ക് വചനത്തിനകത്തോട്ട് കൂടുതൽ എൻ്റെ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ദൈവത്തിൻ്റെ വചനം, നിത്യജീവനെക്കുറിച്ച് ഒക്കെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ചെറുതാണ്, നിത്യജീവനാണ് ഏറ്റവും വലുത്. യേശു ഭൂമി വന്നത് പിന്നെ നമ്മുടെ കടങ്ങളും പാപങ്ങളും അങ്ങനെ ക്ഷമിക്കാനായിട്ടല്ല, നമ്മെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാനാണെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നത്. വിഗ്രഹങ്ങളെ ആരാധന തെറ്റായിട്ടുള്ള രീതിയാണ്. അത് എല്ലാ ജാതികളും ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ തന്നെയാണ് ആരാധിക്കുന്നത്. അതുപോലെ നൊവേനയ്ക്ക് പോകുക, അത് ദൈവവുമായിട്ടൊരു കവനൻ്റ്, ദൈവവുമായിട്ട് നമുക്കൊരു ഉടമ്പടിയില്ല. നമ്മളെന്നും ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് ഓർത്തഡോക്സ് ചർച്ചിനകത്ത് വിശ്വാസമില്ല, കാരണം അവരും ആരാധിക്കുന്നത് ഗീവറീസിനെയൊക്കെയാണ്. അപ്പം ഞാൻ ബൈബിൾ പഠിച്ച് നോക്കിയപ്പോൾ ബൈബിളിനകത്ത് ഗീവറീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്? പിന്നെ പടങ്ങൾ, അത് ആരോ വരച്ചൊരു പെയിൻറ്റിങ്ങാണ് അതും. പിന്നെ ശ്രേഷ്ഠ പുരോഹിതന്, യേശുവാണ് മഹാശ്രേഷ്ഠ പുരോഹിതൻ എന്ന് മനസ്സിലായി. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയതും അങ്ങനെയുള്ളതൊക്കെ പഠിക്കുമ്പോൾ ആ ഓർത്തഡോക്സ് സഭയുടെ ആരാധന തീരെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മൂത്ത സഹോദരനോട് പറയും യേശുവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പുള്ളിക്കാരനെ കൊണ്ടുപോകുമ്പോൾ കുറച്ചൊരു വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസത്തിലോട്ട് വരാനായിട്ട് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഏണിംഗ് മെമ്പർ അമ്മയാണ്. അമ്മയുടെ അനുവാദമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അമ്മയെ നമ്മൾ ഒത്തു നിന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരണം, നമുക്ക് കഞ്ഞി കിട്ടത്തില്ല. അങ്ങനെ എനിക്ക് കഞ്ഞി കിട്ടാതെ ഒരുപാട് നാളുകൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുന്നതും. അത് കഴിഞ്ഞ് വന്നപ്പം പിന്നെ ഞാൻ മോൻ പോണ്ടിച്ചേരിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് വീണ്ടും അമ്മയുടെ കൂടെ തന്നെ വരേണ്ടി വരണം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ദൈവം ശനിയാഴ്ച ഒരു ആരാധന ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി ആരാധിക്കായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ ഒരു കൂട്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നീ വന്നേ, സ്വർഗത്തിലൊരു മാതാവുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ മാതാവൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവർ സമ്മതിക്കത്തില്ല, സ്വർഗത്തിൽ മാതാവുണ്ട്, ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. പിന്നെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഒരു കൊറിയൻ പ്രത്യേക സഭ, ചർച്ച്, വേൾഡ് വിഷൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ്, അനേകർക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ അവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങും. അങ്ങനെയാണ് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം ചർച്ചിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അവരുടെ മാതാവിനെയൊക്കെ അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ കൊറിയയിലൊരു അമ്മയുണ്ട്, സ്വർഗത്തിൽ പിതാവുണ്ട്, മാതാവുമുണ്ട്. അപ്പം യേശുക്രിസ്തു സ്വർഗത്തിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം രണ്ടാമതായിട്ട് ഒരു പിതാവ് ജനിച്ചു. അങ്ങനെ പിന്നെ കൊറിയയിൽ ഒരു സഭ ഉടലെടുക്കുക. അപ്പോൾ ഈ സഭയിൽ ഇവിടെ മാമോദിസ മുങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതത്തുള്ളൂ. അപ്പോൾ അവർ വെളിപ്പാട് പുസ്തകം തൊട്ടിട്ടാണ് നമ്മളെ വായിച്ച് കേൾപ്പിക്കുന്നത്. വെളിപ്പാടിൻ്റെ 22 ആത്മാവും മണവാട്ടിയും കൂടെ നമുക്ക് ജീവജലം തരുന്നത്. അപ്പോൾ ആത്മാവും മണവാട്ടിയും ജീവജലം തരുവാണെങ്കിൽ നമ്മളാരാണ്? സഭ നമ്മളാരാണ്? അപ്പോൾ ആത്മാവും മണവാട്ടി സഭയാണെങ്കിൽ നമ്മളാരാണ്? ഇങ്ങനെ പറഞ്ഞു വരും. പിന്നെ ജീവവൃക്ഷത്തിൽ യെരുശലേമിൽ നമുക്ക് ഓഹരി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നാളും പോയി അവിടെയൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം അവർ ഞങ്ങളോട് പറഞ്ഞു, യേശു ഇപ്പം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നടന്നു വരും, ഇവിടെ കരിയിലയുടെ അനക്കം കേൾക്കും, ചങ്ങലയുടെ അനക്കം കേൾക്കും. അപ്പം ഞാനും എൻ്റെ മോനും പറഞ്ഞു, സ്വർഗത്തിൽ ചങ്ങലയും കരിയിലയും ഒക്കെ ഉണ്ടോ? ആർക്കറിയാം, നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള, പിന്നെ അവിടെ ഭയങ്കര ഒരു സ്ട്രിക്റ്റാണ്. അവർ ആ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരെ അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവരെല്ലാം നമ്മുടെ പ്രവർത്തികളെല്ലാം വാച്ച് ചെയ്യും. നമ്മൾ ശനിയാഴ്ച ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശനിയാഴ്ച 9 മണി, 3 മണി, 8 മണി, 9 മണി ആരാധന കഴിഞ്ഞിട്ട് അവിടെ പോരാനുള്ളൂ. അവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ, നല്ല പിന്നെ ഈ മട്ടൂറിയ വീഞ്ഞും, യെശയ്യായുടെ പുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ട്, അധ്യായം വട്ടൂറിയ വീഞ്ഞുകൊണ്ട് സിയോനിൽ സദ്യ ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ സദ്യ കാര്യങ്ങളൊക്കെ കുറേ പേര് വന്നിരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. കൊറിയക്കാരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ദശാംശം എല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വസ്ത്രങ്ങളൊന്നും മേടിക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ നമ്മളിപ്പോൾ സ്വർഗത്തിലോട്ട് പോവുക. ഈ മാതാവിന് ഞങ്ങളുടെ 70 വയസ്സാകാറായി. അപ്പം മാതാവിൻ്റെ കൂടെ നമ്മളും പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെ കൊണ്ട് തുണി എടുപ്പിക്കത്തില്ല. അങ്ങനെ നമുക്ക് തുണി ഇല്ലാണ്ടായി നമ്മുടെ ദശാംശം മേടിക്കും. അവസാനം ഞങ്ങൾക്ക് മനസ്സിലായിട്ട് പിടിച്ചോറെ സഭയാണെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോന്നു. പിന്നെ നമ്മൾ പോയിട്ടേ ഇല്ല, ചർച്ചിൽ പോകാതൊക്കെ. പിന്നെയും വേറൊരിടത്ത് പോയി പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാതിരിക്കുമ്പോഴാണ് ഫ്രാൻസ് ബ്രദർ എന്നോട് പറഞ്ഞിങ്ങനെ, പിന്നെ ഇങ്ങനെ ഇടത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ എന്നെ ഒരിക്കലും വിളിക്കില്ല, അമ്മ വേണേൽ തന്നെ പൊക്കോളാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഏതായാലും പോവുകയാണ്. കാരണം ഞങ്ങൾ വല്ലാത്ത പെടലിനകത്താണ് പെട്ടിരിക്കുന്നത്. നമുക്ക് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല. എല്ലാ സഭയിലും പോയി കെട്ടുപിണഞ്ഞ് ആകപ്പാടെ വല്ലാത്തൊരു ബന്ധനാവസ്ഥ. വീട്ടിലാണെങ്കിൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തേയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അവർക്കെല്ലാം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. അതിനിടയ്ക്ക് അമ്മ 2 പ്രാവശ്യം വീണു. അമ്മ വീണത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എന്ത് കാര്യം കണ്ടാലും ഈ സെമറ്റിക് വിരോധം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരോടൊരു വിരോധം ഉള്ളതുകൊണ്ടാണ്. എന്നോടും അവനോടും ഭയങ്കര വിരോധം അവർക്ക്. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാതെ ഒരു രക്ഷയില്ല, ഇതിനകത്തൊന്നും ഊരി പോരത്തില്ല. അപ്പം പിന്നെ ഫ്രാൻസ് ബ്രദർ എന്നോട് പറഞ്ഞു ഇന്ന. അപ്പം ഞാൻ പറഞ്ഞു ഫ്രാൻസ് ബ്രദർ ഞാൻ സ്ഥിരമായിട്ട് വരത്തില്ല, എനിക്ക് ആ വചനം ഒന്നാതെ വേറൊരു സഭയിൽ ചെന്നിട്ട് ഒരു പാസ്റ്റർ എന്നോട് അടിമുടി കയ്യിലുള്ളതെല്ലാം മേടിച്ചെടുത്താണ്. ഇനിയും ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ നല്ലൊരു സഭയായിരിക്കണം. നല്ലൊരു സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയായിട്ട് ആരാധിക്കുന്നൊരു ദൈവദാസൻ്റെ കീഴിൽ ഞാനിനി പോകത്തുള്ളൂ. അങ്ങനെ വലിയ ആളും ആരവും ഒന്നും ഇല്ലായിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഒരു ദിവസം വാന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം പിന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരാധന നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം കാഴ്ചയിലും കെട്ടുറപ്പിലുമല്ല, AC അങ്ങനത്തുള്ള വലിയൊരു ഇതിനകത്തല്ല, ദൈവവചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വചനം എടുത്ത് നമ്മളെ പഠിപ്പിക്കുക പാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ എനിക്ക് മനസ്സിനകത്താണെങ്കിലും ഭയങ്കര സന്തോഷവും സമാധാനവും തോന്നി. നമ്മൾ പലപ്പോഴും നിരാശയുടെ അടിത്തട്ട് ബ്ലേഡ് എടുത്തിട്ട് എൻ്റെ കൈയുടെ ഞരമ്പ് മുറിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തത്ര സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്നടങ്കം നമ്മളെ പിന്നെ എല്ലാത്തിൻ്റെയും നമ്മളാണ് കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മറ്റുള്ള ഒരു പരിഹാസ വിഷയമാക്കി ചിരിച്ചുകൊണ്ട് ഇത്രയും കാലങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് ഇവർക്ക് ഒരു നേട്ടമില്ല, മകനൊരു ജോലിയില്ല, കല്യാണം നടത്തിയിട്ടില്ല, പല വിധത്തിലുള്ള പരിഹാസങ്ങൾ. അങ്ങനത്തെ പരിഹാസങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തികച്ചു ഒറ്റപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വീണ്ടും ഞാൻ ആരാധന ശക്തമാക്കി. ഈ പ്രാർത്ഥനയില്ല ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരെന്തൊക്കെ പറഞ്ഞാലും സാരമില്ല, ഉറക്കെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിടിച്ചു നിന്നുകൊണ്ടേ ഇരിക്കുക ഞാൻ. അപ്പം എന്നോട് ചോദിക്കും, ആൾക്കാർ ചോദിക്കും പ്രാർത്ഥിച്ചിട്ട് എന്താണ്? എനിക്കൊരു നേട്ടം വേണ്ട. കാരണം യേശു പറഞ്ഞേക്കുന്നത് എന്താണ്? ഞാൻ നിനക്ക് ജീവൻ തരാനാണ് വന്നേക്കുന്നത്, അല്ലാതെ ഈ ലോകത്തിലുള്ള പിന്നെ സമ്പാദ്യം ഒന്നും തരാമെന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ജീവൻ തരാനാണ് തന്നിരിക്കുന്നത്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ പർദീസ ഏദൻ തോട്ടത്തിൽ ആദാം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ സുഖ സൗകര്യങ്ങൾ, ആ പർദീസയിലുള്ള ജീവൻ അത് വീണ്ടും തരാനായിട്ടാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പാപികളെ പോലെ ഈ ജഡം ധരിച്ച് ഈ ലോകത്തിൽ വന്ന് നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ 33 വർഷക്കാലം ഈ പിന്നെ ഈ ഇസ്രായേൽ ദേശത്തൂടെ സഞ്ചരിച്ച് അവിടെയെല്ലാം സഞ്ചരിച്ച് മരിച്ചു പോയേക്കുന്ന ആ രക്തത്തിൻ്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും വിലയേറിയ രക്തമാണ് അത്. നമ്മുടെ കാലിൽ നിന്ന് ഒരു തുള്ളി രക്തം പോയാൽ നമ്മൾ പറയാം ഇതാന്ന്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, ഏറ്റവും വിലയേറിയ രക്തത്താൽ യേശു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ്, വിശ്വാസത്താലാണ്. അല്ലാണ്ട് ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളും ഈ നഷ്ടങ്ങളും ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് പുറകെ തള്ളിക്കളഞ്ഞിട്ട് പോകാം. ഇതൊന്നുമല്ല. ഈ വിഗ്രഹങ്ങളും ഈ വെച്ചിരിക്കുന്ന ആഡംബരങ്ങളും ഈ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കളഞ്ഞു. എൻ്റെ അപ്പൻ്റെ പേരോ അമ്മയുടെ പേരോ എൻ്റെ പേരിനോടുകൂടെ ഞാൻ ചേർക്കാറും പറയാറുമില്ല. ഞാനെന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്ക വരാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അതൊക്കെ പറയുന്നതെല്ലാം തെറ്റാണ്. പിന്നെ ഇന്നത്തെ പാഠനത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം അത്രത്തോളം താണ് വന്നതാണ്. ആ സ്വർഗത്തിലെ സറാഫുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവം അവർ തന്നെ 2 കൊണ്ട് കണ്ണുമൂടി 2 കൊണ്ട് കാലുമൂടി അവർ പറഞ്ഞു നടന്ന ദൈവത്തെ അവർ കണ്ടിട്ടില്ല. അവർ പോലും കാണാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവം ഭൂമിയിലോട്ട് കടന്നു വന്ന് പാപികളെ പോലെ ഈ അടിയെല്ലാം കൊണ്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ കടന്നു വന്ന് നിങ്ങൾക്ക് ജീവൻ തരാനാണ് വന്നേക്കുന്നത്, നിങ്ങൾ മരിച്ചു നിങ്ങൾക്ക് ജീവൻ തരാനാണ്, നിത്യജീവൻ തരാനാണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം നമ്മൾ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത കാണാറായിരിക്കുന്നു. യെരുശലേമിനെ ശത്രുക്കൾ വളയുമ്പോൾ പിന്നെ എൻ്റെ വരവ് അടുത്തിരിക്കുന്നു. യെരുശലേമിന് ചുറ്റും ശത്രുക്കൾ വളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിപ്പോൾ യേശു വീണ്ടും അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. യേശു വീണ്ടും അങ്ങനെ നമ്മൾ മരിച്ച സ്വർഗത്തിലോട്ട് നമ്മൾ പോകും അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇപ്പോഴും നമുക്ക് മനസ്സിലായി യേശു വീണ്ടും കടന്നു വരും. യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ നമ്മുടെ മരിച്ചവർ ഉയർക്കും. പിന്നെ നമ്മൾ അവനെ എതിരേൽക്കാനായിട്ട് മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഈ വലിയ വലിയ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് നമുക്ക് വചനം തരാതെ, നിത്യജീവൻ്റെ വചനങ്ങൾ തരാതെ ഈ കുപ്പിവെള്ളം പോലുള്ള വെള്ളങ്ങൾ, ഈ കൊക്കോകോള ഇതുപോലുള്ള വെള്ളങ്ങളാണ് നമ്മൾ കുടിക്കുന്നത്. നമുക്ക് വേണ്ടത് യേശുവിൻ്റെ നിത്യജീവൻ്റെ വചനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ
വചനം ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. നമ്മൾ പോകുന്നത് നരകത്തിൻ്റെ പടുകുഴിയിലോട്ട്. ഒരാൾ ആക്സിഡൻ്റായി മരിക്കുമ്പോൾ നമ്മൾ പറയും, കണ്ടോ അവൻ എത്ര കഷ്ടത്തിലാവും മരിച്ചു പോയിരിക്കുന്നതെന്ന്. അവൻ്റെ ദാരുണമായ മരണം നമ്മളെ വേദനിപ്പിക്കും. അതുപോലെ നമ്മുടെ കൂടപ്പിറപ്പുകൾ, അനേക സഹോദരങ്ങൾ, നമ്മളോ സുഹൃത്തുക്കളെല്ലാം ഈ ദാരുണ മരണത്തിലോട്ടാണ് അവർ പോകാൻ പോകുന്നത്. അവർക്ക് യേശുവിനെ അറിയില്ല. യേശു അറിയാം, പക്ഷെ അതെന്താണെന്ന്, എന്തിനാണ് വന്നതെന്നും അറിയില്ല. ഒരു കല്യാണം നടക്കാൻ 13 എടപ്പള്ളി പള്ളി, അവിടെ നൊവേനപ്പള്ളിയിൽ, ഈ പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ആൾക്കൂട്ടങ്ങളാണ്. ഈ ആൾക്കൂട്ടങ്ങളുടെ നടുവിൽപ്പെട്ട അവർ ചതഞ്ഞരിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർക്കൊരു വീട് വെക്കണം, കാട് വെക്കണം. പക്ഷേ ദൈവം തന്നേക്കുന്ന ഈ ചെറിയ കാര്യങ്ങളല്ല തന്നേക്കുന്നത്, വലിയൊരു കാര്യമാണ് നമുക്ക് തന്നേക്കുന്നത്. നിത്യജീവൻ തരാനായിട്ടാണ് യേശു വന്നേക്കുന്നത്. ഒരാളോട് നമ്മൾ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരാളെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വന്നിട്ടുണ്ടല്ലോ, അത്രയും മഹത്തായ പദവി വേറൊന്നുമില്ല. ജീവൻ്റെ കിരീടമാണ് ദൈവം നമുക്കവിടെ വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളതെല്ലാം നീങ്ങിപ്പോകും, പക്ഷേ ജീവൻ്റെ കിരീടമായിട്ടാണ് നമുക്ക് കർത്താവ് വരുന്നത്. ഓരോ വ്യക്തികളോടും സുവിശേഷം, നിങ്ങൾ നാശത്തിൻ്റെ പടുകുഴിയിലാണ്, നിങ്ങൾ മരിച്ചവരോട് പ്രാർത്ഥിക്കില്ല, അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ മരിച്ചുപോയി, അവർ ന്യായവിധി കാത്തു കിടക്കുകയാണ്. അങ്ങനെയുള്ള അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് പ്രതിബന്ധങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പല തകർച്ചകൾ വരും. പിശാച് നമ്മളെ തകർത്ത് അടിച്ചു കളയും. പക്ഷെ നമ്മൾ മുന്നോട്ട് വിശ്വാസത്തിൻ്റെ ചുവടുകളായിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എബ്രായരുടെ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസ വീരന്മാരെ പോലെ നമ്മൾ മുന്നോട്ട് ചുവടുകൾ വെച്ചാലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളെല്ലാം തകർന്നു പോകട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ പോകട്ടെ, ബന്ധുക്കൾ പോകട്ടെ, എല്ലാവരും പോകട്ടെ. നിത്യജീവനം കൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ യേശുവാബ മാത്രം നമുക്ക് മതി. നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും നമ്മൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പം എല്ലാ പ്രവചനങ്ങളും പൂർത്തിയായി. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 770 കാലഘട്ടങ്ങളൊക്കെ ഇനി അതിൻ്റെ ഒരു 69 ആഴ്ചവട്ടം കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഇനി ഒരാഴ്ചവട്ടം കൂടെ ഉള്ളൂ. അങ്ങനെ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയായിരിക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാതെ നമുക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാം മ്ലേച്ഛതകളും നിറഞ്ഞൊരു ലോകമായത്. ഇപ്പം നമ്മൾ പത്രം തുറന്ന് മാതാപിതാക്കൾ മക്കളെ പീഡിപ്പിക്കുന്ന അവസ്ഥ, അപ്പന്മാരുടെ കഴുത്ത് മക്കൾ വെട്ടിക്കളയുന്ന, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന അവസ്ഥ, ഈ ലോകത്തിൻ്റെ അവസ്ഥയോർത്ത് നമ്മൾ ഖേദിക്കുക. പ്രാർത്ഥനയിലെ പ്രതിബന്ധങ്ങളിൽ നമുക്ക് വരാൻ അടിയുറച്ച് നമ്മൾ മുന്നോട്ട് നടക്കണം. എൻ്റെ രക്ഷകൻ എൻ്റെ കൂടെയുണ്ട്, അവനെന്നെ പതറാതെ കൈവിടാതെ പിടിച്ചു നടത്തും. എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും എനിക്ക് രക്ഷിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയെന്ന് ഞാൻ ഈ പെന്തിക്കോസ്ത് വിശ്വാസത്തിലോട്ട് വന്നത്. വിഗ്രഹാരാധിയായിരുന്ന ഞാൻ, വെറും പേരിന് മാത്രം നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന ഞാൻ, വെറുതെ ക്രിസ്ത്യാനി എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവും ഇല്ല, ക്രിസ്ത്യാനിത്വവും ഇല്ല, ഒന്നുമില്ല. അവിടുന്ന് ഞാൻ ഈ സഭയിൽ സത്യദൈവത്തെ ജീവനോടെയും ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന സഭയിലോട്ട് എത്തിപ്പെട്ടത് ഇങ്ങനെയാകുന്നു. ഇതാകുന്നു എൻ്റെ സാക്ഷ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.